ഒരു ഓപ്ഷൻ കുട്ടികൾക്ക് കൊടുത്തിരുന്നു. നിങ്ങൾ പഠനത്തിൽ മികവ് പുലർത്തുകയാണെങ്കിൽ നല്ല ഒരു പാർക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു വാക്ക് പാലിച്ചു. കുട്ടികൾ നന്നായിട്ട് പഠിച്ചു. പരീക്ഷയിലൊക്കെ എ ഗ്രേഡ് ഒക്കെ കിട്ടി. കുട്ടികൾ നമ്മൾ വിചാരിച്ചേക്കാട്ടിലും ഇത് ഏറ്റെടുത്ത്, അത് ഒരു ക്ലാസ് മാത്രമല്ല, തോട്ടേക്കാട് സ്കൂളിലെ ഏകദേശം ക്ലാസ്സുകളിലും കുട്ടികൾ മുഴുവനും ഇത് ഏറ്റെടുത്ത് നന്നായിട്ട് പഠിക്കുകയും ചെയ്തു. അതേപോലെ എ ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും എൻ്റെ വാക്ക് ഞാൻ പാലിക്കണം, അത് ഞാൻ നിർബന്ധിതനാവുകയായിരുന്നു. കാരണം കുട്ടികളെല്ലാവരും നന്നായിട്ട് പഠിച്ചു. അതുകൊണ്ട് തന്നെ പാർക്ക് അങ്ങനെയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. സാർ പറഞ്ഞു ഹാഫ് ഇയർ എക്സാമിൽ എല്ലാ കുട്ടികളും ഫുൾ വാങ്ങുകയാണെങ്കിൽ ആ കുട്ടി പാർക്ക് ഉണ്ടാക്കി തരുന്നു. എല്ലാവരും ഫുൾ വാങ്ങി. 3 ക്ലാസ്സാണ് മൊത്തത്തിലുള്ള ഞങ്ങൾക്ക്. അതിൽ എല്ലാ ക്ലാസ്സും ഫുള്ള് എ ഗ്രേഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു പാർക്ക് കിട്ടിയത്. സാർ പറഞ്ഞു നിങ്ങൾക്ക് അർക്കുല പൈസയിൽ എല്ലാ വിഷയത്തിലും എ ഗ്രേഡ് ഉണ്ടായാൽ നിങ്ങൾക്ക് പാർക്ക് എൻ്റെ ഭാഗമായിട്ട് സമ്മാനം തരാറുന്നു. അപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പാർക്ക് കിട്ടിയതോടുകൂടി ഇനി പഠിപ്പിൽ വ്യത്യാസം വരുമോന്ന്? അതൊന്നുമില്ല. സ്വാഭാവികമായിട്ട് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പാർക്ക് നിർമ്മിക്കണം എന്ന്. ഞാൻ രണ്ടും കൂടി ഒത്തു വന്നപ്പോൾ ഈ ഒരു പാർക്ക് നിർമ്മിച്ചു നൽകി എന്നുള്ളതാണ്. 2.5 ലക്ഷം രൂപയാണ് ഈ ഒരു പാർക്കിന് ചിലവാക്കിയത്. എൻ്റെ സഹപ്രവർത്തകരുടെ അതികഠിനമായിട്ടുള്ള സഹായം കൊണ്ട് തന്നെ ഞങ്ങൾ നല്ലൊരു രീതിയിൽ തന്നെ ഈ പാർക്ക് നിർമ്മിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ്, ഞങ്ങൾ പാർക്ക് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം കുട്ടികളുടെ മുഖത്ത് ഒന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അത്രത്തോളം സന്തോഷമാണ് കുട്ടികളുടെ മുഖത്ത് ഉണ്ടായിട്ടുള്ളത്. തോട്ടക്കാട് സ്കൂളിൻ്റെ നാസർ മാഷാണ് ഇങ്ങനെ ഈ ഒരു തീരുമാനത്തിൽ മുന്നോട്ട് വന്നതും. അങ്ങനെ ആ മുന്നോട്ട് വന്ന തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ആ കുട്ടികൾ ആ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തതോടുകൂടി ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചെത്തി. നാസർ മാഷിൻ്റെ ആ ഒരു തീരുമാനത്തിൽ കൂടെ സപ്പോർട്ടായിട്ടാണ് ഞങ്ങൾ നിന്നത്. അതോടുകൂടി ഇതൊരു വലിയ ഒരു വിജയമായി മാറി. ഈ പാർക്കിൻ്റെ ഉദ്ഘാടന കർമ്മം ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരു MLA അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, ഇവരൊക്കെ എല്ലാവരും ക്ഷണിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ സ്കൂളിലുള്ള ഈ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം മറ്റുള്ളവർക്ക് എപ്പോഴും അവസരങ്ങൾ കിട്ടുന്നതാണ്. നമ്മളെ MP ആയാലും അല്ലെങ്കിൽ MLA ആയാലും അവർക്കൊക്കെ ഒരുപാട് ഉദ്ഘാടനങ്ങൾ ചെയ്യാനുള്ള ആളുകളാണ്. പക്ഷേ നമ്മളെ ഈ കുട്ടികൾക്ക് നമ്മളല്ലാതെ മറ്റൊരാളും അവസരം കൊടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഉദ്ഘാടന കർമ്മം ആലോചിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ്, ഇങ്ങനെ നമ്മളെ ഈ കുട്ടികളെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിച്ചാൽ മതി, പുറത്തുനിന്ന് നമുക്ക് ആരും വേണ്ട. കാരണം കുട്ടികളുടെ പാർക്കാണ്, അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് കുട്ടികൾ തന്നെയാണ്. ഞങ്ങൾ സാറി പാർക്കിന് പേരിട്ട പോലെ ഞങ്ങൾക്ക് ഈ സ്കൂൾ ഒരു ഹെവനാണ്. ഇനി അടുത്ത കൊല്ലം ഇവിടുന്ന് പോകാണ്ട് വരുമ്പോൾ ഉള്ളൊരു വിങ്ങലാണ്. പക്ഷേ സാറന്മാരൊക്കെ കട്ട സപ്പോർട്ടാണ്, നല്ല സാറന്മാരാണ്. എല്ലാ കാര്യത്തിലും സന്തോഷത്തിനും സങ്കടത്തിനും ഒക്കെ ഞങ്ങളിപ്പോൾ ഉണ്ടാണ് സാറാണ്. സാറന്മാരൊക്കെ പോലെ ടീച്ചേഴ്സും ഒക്കെ പോലെയാണ്. പാർക്കിന് വേണ്ടി സഹായിച്ച സാറന്മാർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.